വസ്തുനിഷ്ഠമായി ഞാൻ പറയുകയാണ്, ജനം ടിവിക്കും അനിൽ നമ്പ്യാർക്കും അതിന് മറുപടി ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായ മറുപടി നൽകുക. അല്ലാതെ ഈ തലയ്ക്ക് ബോധവും വെളിവുമില്ലാത്ത സംഘികൾ വന്നിരുന്ന് കമന്റ് ചെയ്യുന്ന അത്തരം കമന്റുകളല്ല ഞാൻ പറയുന്നത്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുമുണ്ട്. വിവരവും ബോധവും വിദ്യാഭ്യാസവും തീരെ ഇല്ലാത്ത ഭരണാധികാരി എന്ത് കാണിച്ചാലും, ഞാൻ മുമ്പൊരിക്കലും എന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഈ രാഷ്ട്രീയക്കാർ കൊടുക്കുന്ന ആട്ടുംകാട്ടം ചോക്ലേറ്റ് ആണെന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അത് എടുത്ത് കഴിച്ച് തിന്നുന്ന വിഡ്ഢികളുള്ള നമ്മുടെ നാട്ടിൽ എല്ലായിടത്തുമുള്ള ചോദ്യമല്ല. നിങ്ങൾ ഒരു മാധ്യമ സ്ഥാപനം എന്നല്ല എന്റെ ചോദ്യം ഇതാണ്. അതോ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് വിദേശകാര്യ സെക്രട്ടറിയെ വിട്ടിട്ട് ഞങ്ങൾ അത് അംഗീകരിച്ചിരിക്കുന്നു, എന്നിട്ട് ഇതിന് മൂന്നാമതൊരു കക്ഷിയും ഇടപെട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് നിർത്തിയെന്ന് നിങ്ങളത് പറ. ഇന്ത്യ എന്ത് ചെയ്തിട്ടാണ് നിർത്തിയെന്ന് പറ. അതൊന്ന് നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളെ, ഞാൻ ഉൾപ്പെടുന്ന ഈ രാജ്യത്തെ ജനത്തിനോട് പറ. ഇന്നലെ വരെയും പാകിസ്ഥാനെ മറിക്കും തൊലിക്കും എന്ന് പറഞ്ഞ് നടന്ന ഈ പാവം പിടിച്ച ദേശഭക്തരെ എന്ന് പറഞ്ഞ് നടക്കുന്ന സംഘികളോടും നിങ്ങൾ പറ. എന്താണ് ഈ പാകിസ്ഥാൻ പെട്ടെന്ന് വിളിച്ചിട്ട് ഈ വെടിനിർത്താൻ വേണ്ടിയിട്ട് ഇന്ത്യയോട് പറയാൻ ഇന്ത്യ ചെയ്ത കാര്യം? ഇന്ത്യ അവനെ ഏത് രീതിയിലാണ് പേടിപ്പിച്ചത്? ഇന്ത്യ ഇവിടുത്തെ ജലം കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് നയതന്ത്രപരമായ തീരുമാനം എടുത്തു. അവൻ പേടിച്ചോ? അവൻ പൂട പേടിച്ചു. ഇവിടെ ഒരു പൂടയും പേടിക്കും. ഇന്ത്യ IMF-നോട് പോയി പറഞ്ഞു അവന് 10 പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞു. എവിടെ കൊടുക്കാതിരുന്നോ? പിറ്റേന്ന് കൊടുത്തു 10,000 കോടി രൂപ. വെറുതെ കിടന്ന് ഇല്ലാത്ത ഗീർവാണവും ഇല്ലാത്ത അഭിമാനവും പറഞ്ഞുകൊണ്ട് നടക്കരുത്.